വിറയലിപ്പ് യാഥാർത്ഥ്യമാകുമോ? ഈ ചൂട് നമ്മെ ഇല്ലാതാക്കുമോ? വേനലിത തുടങ്ങിയതേയുള്ളൂ, അപ്പോഴേക്കും ചൂട് താങ്ങാവുന്നതിലും അപ്പുറമാകുന്നു. പകൽ സമയത്ത് ഒരു കുടയെങ്കിലും ഇല്ലാതെ പുറത്തിറങ്ങിയാൽ പിന്നെ പണി പാളിയത് തന്നെ. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലായി ഉയർന്ന അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഉണ്ടായതായും വരും ദിവസങ്ങളിലും ഇതിന് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പകൽ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് ഉയർന്ന UV സൂചിക രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ പ്രത്യേക മുന്നറിയിപ്പുമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം മൂലമുള്ള ഒറ്റപ്പെട്ട മഴ കേരളത്തിന്റെ തെക്കൻ ജില്ലകൾക്ക് നേരിയ ആശ്വാസമായേക്കാം. അതേസമയം വടക്കൻ ജില്ലകളിൽ ഈ മഴയ്ക്കുള്ള സാധ്യത വളരെ കുറവായതിനാൽ ചൂട് അതിശക്തമായി തുടരുകയും ചെയ്യും. ഈ താപവർദ്ധനവിനെ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായി മാത്രം കാണാനാവില്ല. ആഗോളതാപനം ഭൂമിയുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാണെന്ന് ശാസ്ത്രജ്ഞർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2024 ആഗോള താപനില വ്യവസായപൂർവ്വ കാലത്തേക്കാൾ 1.5 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നിരുന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ പരിധി സ്ഥിരമായി ലംഘിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടിരുന്നു. മനുഷ്യ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന ഭൂമിയുടെ ശരാശരി ഉപരിതല താപനിലയിലെ ദീർഘകാല വർധനവിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യ പ്രവർത്തനത്തിന്റെ ഫലമായി ഉടലെടുത്ത കാർബൺ ഉൽപാദനം വലിയ തോതിൽ വർദ്ധിച്ചു. ഇത് ആഗോള താപനിലയെ വ്യാവസായിക വിപ്ലവത്തിന് മുമ്പുള്ളതിനേക്കാൾ 1.6 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിച്ചു. ഈ താപനം തുടർന്നാൽ ഭൂമിയുടെ കാലാവസ്ഥയ്ക്ക് മാറ്റാനാകാത്ത വ്യതിയാനങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ശാസ്ത്രലോകം കാലങ്ങൾക്ക് മുൻപേ അറിയിച്ചിരുന്നു. ആഗോളതാപനം അതിരുകടന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇതിനുള്ള പരിഹാരം ലളിതമാണെന്നാണ് ചിലരുടെ വാദം. എന്നാൽ ഇത് നമ്മുടെ ലോകത്തെ പുനർനിർമ്മിക്കുകയാണെന്ന ഗൗരവകരമായ സത്യം നാം തിരിച്ചറിയുന്നില്ല. ഓരോ വർഷവും പുതിയ താപനില റെക്കോർഡുകൾ തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിനെല്ലാം കാരണം മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ്. അതിരുകടന്ന ആർഭാടങ്ങളും പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഇനിയും തുടരുന്നത് നിലവിലെ കാർബൺ ഉൽപാദനത്തെ ഇനിയും വർദ്ധിപ്പിച്ചേക്കാം. ഭൂമിയെ അതിഭീകരമായ കാലാവസ്ഥാ വ്യതിയാനത്തിലേക്കും അസഹനീയമായ ചൂടിലേക്കും കൊണ്ടെത്തിക്കുന്ന തികച്ചും നിരാശാജനകമായ സാഹചര്യത്തിൽ തന്നെയാണ് നാം ഇപ്പോഴുള്ളത്.